കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ഫീഡർ ബസ്സുകളായ മെട്രോ കണക്ട് അടുത്ത ആഴ്ച പ്രവർത്തനം ആരംഭിക്കും. ഒരു മാസത്തെ വിജയകരമായ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങാൻ ഒരുങ്ങുന്നത്. ആലുവ വിമാനത്താവളം, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോടതി മുതൽ MG റോഡ് സർക്കുലർ, കടവന്ത്ര ടു KP വള്ളോൺ റോഡ് സർക്കുലർ, കാക്കനാട് വാട്ടർ മെട്രോ ടെർമിനൽ, ഇൻഫോ പാർക്ക്, കിൻഫ്ര പാർക്ക്, കളക്ട്രേറ്റ് എന്നീ 5 റൂട്ടുകളിലായാണ് 33 സീറ്റുകളുള്ള ബസ്സുകൾ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത്. ആലുവ മുതൽ എയർപോർട്ട് റൂട്ടിൽ 80 രൂപയും മറ്റ് റൂട്ടുകളിലേക്ക് 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയുമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സിലെ യാത്രാ നിരക്ക്. കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഫസ്റ്റ് മൈൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 15 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് ടിക്കറ്റിംഗ്. ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്. UPI വഴിയും റൂപേ ഡെബിറ്റ് കാർഡ് വഴിയും കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും പേയ്മെന്റ് നടത്താം. വിവിധ റൂട്ടുകളിൽ യാത്രക്കാരുടെ രക്ഷാകർത്തവ്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ ചിലവേറിയതുമാണ്. വാഹനങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി 15 കോടിയിലധികം രൂപ ചെലവഴിച്ചിരുന്നു. ഒരു ഏജൻസിയെ ഓപ്പറേഷൻ ഏൽപ്പിക്കുന്നതിന് ടെൻഡർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 3 മാസത്തേക്ക് ബസ്സുകൾ പ്രവർത്തിപ്പിക്കും.